മറുനാടൻ മലയാളി എന്ന അഖില ലോക തെമ്മാടിയുടെ ഒരു വാർത്താ ചാനലിനെതിരെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടത്തെ കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും ചേർന്ന് ദുർബലപ്പെടുത്തി. ഈ ആരോപണത്തിൽ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച എത്രയോ കാര്യങ്ങൾ പല കാലയളവിൽ അദ്ദേഹം തന്നെ എതിർത്തു എന്നും മാധ്യമപ്രവർത്തകരുടെ ലോകത്തിലോ മാധ്യമങ്ങളുടെ ഇടത്തിലോ നമുക്ക് ചേർത്ത് വെക്കാനേ കഴിയാത്ത ഈ അഖില ലോക വൃത്തികെട്ടവന്റെ ചാനലിൽ നിന്ന് പുറത്തേക്ക് വമിച്ച വിഷയങ്ങളെ പലതും ഇന്ന് അദ്ദേഹം എടുത്തണിയുന്നത് കണ്ടു. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അദ്ദേഹം തന്നെ മുമ്പ് എന്തൊക്കെ ചവച്ചു തുപ്പിയിട്ടുണ്ടോ മറുനാടൻ മലയാളി, അതൊക്കെ എടുത്തണിയുന്ന ഒരു രൂപമായി, ഒരു പ്രതീകമായി ഇന്ന് അദ്ദേഹം മാറുകയാണ്. അങ്ങയുടെ തന്നെ ഓർമ്മയിൽ അങ്ങ് തന്നെ ഇതേപോലെ നീണ്ട ഇൻട്രോകൾ ഇദ്ദേഹത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള എത്ര ചർച്ചകൾ ഉണ്ടാകും? ഇദ്ദേഹത്തിന്റെ റിസോർട്ടിനെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിന്റെ തടയണയെ സംബന്ധിച്ച്, ഇദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എത്ര ഇൻട്രോ നടത്തിയിട്ടുള്ള എത്ര ചർച്ചകൾ ഉണ്ടാകും? അങ്ങനെ ആരോപണം വന്നപ്പോഴൊക്കെ നടപടിയെടുക്കാനായിരുന്നെങ്കിൽ PV അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരിക്കുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഓരോ ആരോപണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നടത്തപ്പെട്ട അന്വേഷണത്തിൽ PV അൻവറിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ആ തെറ്റ് തിരുത്തി ഇടതുമുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഓടിപ്പോയി തലവെട്ടി എടുത്ത് താരത്തിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല. ആരോപണം ഉന്നയിക്കുമ്പോൾ തലവെട്ടി താരത്തിൽ കൊണ്ട് എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും CPIM ആദ്യം എടുത്തു വെക്കേണ്ടി വരുന്ന MLA-യുടെ തല PV അൻവറിന്റേതായിരുന്നേ. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അങ്ങേക്ക് കഥാപ്രസംഗി എന്നൊരു പേരുണ്ട്. കഴിയുമെങ്കിൽ ഈ പാട്ടൊന്ന് പാടാൻ നോക്കുക. ഇന്നീ പാർട്ടി ലോകമെങ്ങും നാണം കെടാൻ കാരണഭൂതൻ കേരളത്തിന്റെ പിണറായി സഖാവ് തന്നെ. ഒന്ന് പറ്റുമെങ്കിൽ അങ്ങൊന്ന് പാടിക്കൊടുക്കുക. ഇന്ന് അൻവർ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇനി PV അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി PV അൻവർ മാറുന്നപ്പോഴാ തന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിപ്പ് വ്യാപാരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് PV അൻവർ അനഭിമതനായി മാറുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കേരളത്തിലെ CPIMന്റെ നേതാക്കന്മാർക്ക് മുഴുവൻ സ്വർണം പൊട്ടിക്കലുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യൂ. അപ്പോൾ പിണറായി വിജയനെ തൊട്ടത് എവിടെയാണ്, നൊണ്ടത് എവിടെയാ? തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം അൻവർ ഇല്ലാതെയാക്കാൻ പോകുന്നു. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക കള്ളനവൻ പെരുങ്കള്ളൻ. ഇതിനകത്തുള്ള മുഴുവൻ തെളിവുകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് അൻവർ പറയുന്നത്. ഇതിനപ്പുറം ഈ പറയുന്ന വാചോടകപ്പത്തിനപ്പുറം മറ്റൊന്നും ഇവർക്ക് ആരോപിക്കാൻ കഴിയില്ല. വലിച്ചു പുറത്തിട്ടാൽ മുഖ്യമന്ത്രിക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വ്യക്തിപരമായ കാരണങ്ങൾക്ക് പോലും IPS IAS ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മറ്റൊരാളെ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരെ കാണണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുക്കണം. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.